റിലേറ്റഡ് ആംഗിൾസ് അല്ലെങ്കിൽ അലൈഡ് ആംഗിൾസ്. രണ്ട് ആംഗിൾസ് സേ θ1 and θ2. This is said to be allied angles or related angles. ഈ രണ്ട് ആംഗിൾസ് അലൈഡ് ആംഗിൾ ആകണമെന്നുണ്ടെങ്കിൽ അവയുടെ ഡിഫറൻസോ അല്ലെങ്കിൽ സമ്മോ, അതായത് θ1 പ്ലസ് ഓ മൈനസ് θ2. This is either 0 or a multiple of 90 degree. ഇങ്ങനെയാണെങ്കിൽ ഈ θ1നെയും θ2നെയും നമ്മൾ റിലേറ്റഡ് ആംഗിൾസ് അല്ലെങ്കിൽ അലൈഡ് ആംഗിൾസ് എന്ന് പറയും. അതായത് ഇവയുടെ സം എടുത്താൽ ഐദർ അത് 0 ആകുക അല്ലെങ്കിൽ 90 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആകുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ അത് 0യോ അല്ലെങ്കിൽ 90ൻ്റെ മൾട്ടിപ്പിളോ ആകുക. ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ആണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഈ θ1ഉം θ2ഉം അലൈഡ് ആംഗിൾസ് ആയിരിക്കും അല്ലെങ്കിൽ റിലേറ്റഡ് ആംഗിൾസ് ആയിരിക്കും. നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് അലൈഡ് ആംഗിൾസ് ആണ്. അതായത് നമുക്ക് ഒരു തീറ്റയുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ തീറ്റയുടെ അലൈഡ് ആംഗിൾസിൻ്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അലൈഡ് ആംഗിൾസിനെ നമ്മൾ തീറ്റയുടെ ടേംസിലൊന്ന് ആദ്യം എഴുതി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഡെഫിനിഷൻ വെച്ചിട്ട് ഒരു ആംഗിൾ സേ തീറ്റയാണെന്ന് വിചാരിക്കുക. അപ്പോൾ തീറ്റയോടെ അലൈഡ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ അലൈഡ് ആയിട്ടുള്ള ആംഗിളിനെ ഞാൻ ഫൈ എന്ന് വിളിക്കുന്നു. സോ ഒന്നുകിൽ θ പ്ലസ് 5 ഐദർ 0 ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രി. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് 90 ഇൻറ്റു n എന്ന് എഴുതാം. ഈ n ഒരു ഇൻറ്റിജർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഇൻറ്റിജേഴ്സിൽ 0 വരുന്നത് കൊണ്ട് ആ കേസിൽ ഇത് 90 ഇൻറ്റു 0 എന്നാകും. അപ്പം ഈ തീറ്റേൻ്റെയും ഫൈൻ്റെയും സമ്മ് 0 ആയിട്ട് കിട്ടും. അപ്പോൾ അതും 0 എന്നുള്ള ഈ കേസും ഇവിടെ വന്നു. എല്ലാത്ത കേസിലൊക്കെ എന്നെ ഇൻറ്റിജേഴ്സ് ആകുന്ന സമയത്ത് ഇത് 90 ഇൻറ്റു 1 90 ഇൻറ്റു -1 ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കേസിൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് 90 ഡിഗ്രി എന്ന കേസിൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ കംപ്ലീറ്റ് ഡെഫിനിഷൻ ഇതിൽ വന്നു. either θ plus 5 equal to 90n or θ minus 5 equal to 90n. n belongs to Z. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ആംഗിൾസ് ആണ് എന്ത് ഫോമിലായിരിക്കും അലൈഡ് ആംഗിൾസ് ഉണ്ടാവുക, അതാണ് നമുക്ക് അറിയേണ്ട കാര്യം. സോ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈനെ ഈ സൈഡിലേക്ക് എടുക്കുന്നു. അപ്പം ഫൈനല്ല തീറ്റയെ മറ്റേ സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഇതെന്തായി മാറും? ഫൈ ഈസ് ഈക്വൽ ടു 90n മൈനസ് തീറ്റ എന്നാകും, കോമ n ബിലോങ്സ് ടു സെഡ് എന്ന് കിട്ടും. അതുപോലെ ഈ കേസിൽ നിങ്ങൾക്ക് ഈ പ്ലസ് ഫൈനെ അങ്ങോട്ടേക്ക് എടുക്കാം. അപ്പം നമുക്ക് പ്ലസ് ഫൈനെ എടുക്കണ്ട, മൈനസ് തീറ്റ. ഇവിടുന്ന് നിങ്ങൾക്ക് തീറ്റ ഇസ് ഈക്വൽ ടു -5നെ നിങ്ങൾ അങ്ങോട്ടേക്ക് എടുത്താൽ നിങ്ങൾക്ക് 90n പ്ലസ് 5 എന്ന് എടുക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു 90n മൈനസ് 5. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് തീറ്റ ഒന്നെങ്കിൽ 90n മൈനസ് ഫോമിലായിരിക്കണം, അല്ലെങ്കിൽ തീറ്റ 90n പ്ലസ് 5 ഫോമിലായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാം. തീറ്റ ഇസ് ഈക്വൽ ടു 90n പ്ലസ് o മൈനസ് 5. ഇനി നമുക്ക് ഈ കാര്യം ഒന്ന് മാറ്റി എഴുതാം. അതായത് തീറ്റയും ഫൈയും
രണ്ട് ആംഗിൾസ് തീറ്റയും ഫൈയും റിലേറ്റഡ് ആംഗിൾസ് ആവണം എന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ ഒന്ന് ഫൈ ആണെങ്കിൽ മറ്റേത് 90n ± 5 ആയിരിക്കണം. ഇങ്ങനെ പറയാം. അതായത് ഫൈനോട്, അതായത് ഒരു ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീറ്റ എന്ന് എടുക്കുക. തീറ്റയോട് റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾസ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം 90n ± തീറ്റ. ഞാൻ ഈ ഫൈക്ക് പകരം തീറ്റ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നു. സോ തീറ്റയോട് റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 90n ± തീറ്റ, n belongs to z. ഇതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഫസ്റ്റ് റിസൾട്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ ഡിഗ്രീൻ്റെ കേസിലാണ് ഇത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് പകരം ഇത് റേഡിയനിലാണ് ആംഗിൾസ് തരുന്നതെങ്കിൽ ഈ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. θ1 ± θ2 ഈസ് either 0 or a multiple of 90 ഡിഗ്രി മാറിയിട്ട് ഇതെന്താവും π/2 ആകും. ഈ 90ക്ക് പകരം π/2 എന്നാകും ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ 90 കാണുന്നിടത്തിലൊക്കെ π/2 ആയിട്ട് മാറും. അപ്പം നമുക്ക് ഇത് റേഡിയൻ്റെ ടേംസിലേക്ക് പറയുന്ന സമയത്ത് നമുക്ക് പറയാം തീറ്റയോട് റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 90ക്ക് പകരം ഇപ്പോൾ എന്തായി π/2 അല്ലെങ്കിൽ n × π/2, π/2 എന്ന് പറഞ്ഞാൽ മതി, n × π/2 ± θ, n belongs to z. സോ ഇതായിരിക്കും തീറ്റയോട് റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾസ് റേഡിയൻ്റെ ഫോമിൽ ഉണ്ടാവുക. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീറ്റയുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയാമെങ്കിൽ, ഓൾറെഡി അറിയാവുന്ന വാല്യൂസ് ഏതെങ്കിലും ആണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ 90n ± തീറ്റ ഈ ഫോമിലുള്ള അലൈഡ് ആംഗിളിൻ്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം സൈൻ തീറ്റ അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ 90n + തീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈൻ 90 × 2 + തീറ്റ, അല്ലെങ്കിൽ സൈൻ 90 × 3 - തീറ്റ, ഇതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനുള്ള ഫോർമുല അല്ലെങ്കിൽ ട്രിക്കുകൾ അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു സപ്പോസ് നമുക്ക് ഇപ്പം സൈൻ തീറ്റയൊക്കെ അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ അറിയാവുന്ന ഒരു കേസിൽ സൈനിൻ്റെ ഈ തീറ്റയോട് അലൈഡ് ആയിട്ടുള്ള ആംഗിൾ, അപ്പോൾ തീറ്റയോട് അലൈഡ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞു 90n ± തീറ്റ. അപ്പം ഈ അലൈഡ് ആയിട്ടുള്ള ഈ ആംഗിളിൻ്റെ സൈൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി സൈൻ തീറ്റ അറിയാം. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പം സൈൻ 90n ± തീറ്റയെ എങ്ങനെ ഈ തീറ്റയുടെ ടേംസിലേക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പം ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ 2-3 സ്റ്റെപ്സ് ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് തരുന്ന ആംഗിൾ ഒരു വാല്യൂ ആയിട്ടാണ് തരിക. ഫോർ എക്സാമ്പിൾ 420 ഡിഗ്രി ഇങ്ങനെയൊക്കെ തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റി എഴുതണം. അതായത് 90ൻ്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് ഒരു അക്യൂട്ട് ആംഗിൾ <90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ആംഗിൾ ആയിട്ട് എഴുതുക. അതായത് 90ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് തീറ്റ. ഏത് ഫോമിലാണോ എഴുതാൻ പറ്റുന്നത് അങ്ങനെ മാറ്റി എഴുതുക. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ 420നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 90 × 4 എടുത്താൽ, 90 × 4 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 360 എന്ന് കിട്ടും. 360യോട് കൂടിയിട്ട് നിങ്ങൾ 60 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 420 കിട്ടും. സോ നിങ്ങൾക്ക് 420യെ 90 × 4 + 60 എന്ന് എഴുതാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം 90 into 5 ചെയ്താൽ 450 കിട്ടും. 450 30 മൈനസ് ചെയ്താൽ 420 കിട്ടും. അപ്പം നിങ്ങൾക്ക് either 90 into 4 plus 16 എഴുതാം, അല്ലെങ്കിൽ 90 into 5 minus 13 എഴുതാം. ഇത് രണ്ടും പോസിബിൾ ആണ്. അതായത് നിങ്ങൾക്ക് either 90 into 4 plus 60 എഴുതാം, അല്ലെങ്കിൽ 90 into 5 minus 30 എഴുതാം. ഇത് രണ്ടും 420 ആണ്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏത് എടുത്തിട്ടുണ്ടെങ്കിലും തീറ്റയോട് ഏതെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 90n പ്ലസ് ഓർ മൈനസ് തീറ്റ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ ഫസ്റ്റ് ആണ് എടുത്തതെങ്കിൽ ഇത് ഇവിടുത്തെ തീറ്റ 60 ആണ്. സോ ഇത് 60യോട് അലൈഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് 90 into 4 plus 60. സെക്കൻഡ് കേസിലാണെങ്കിൽ ഇവിടെ തീറ്റ 30 ആണ് വരുന്നത്. സോ സെക്കൻഡ് കേസിൽ ഇത് 30യോട് അലൈഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് 90 into 5 minus 30. ഇപ്പോൾ രണ്ട് കേസിലും അത് ആംഗിൾ വരുന്നത് 420 ആണ്. പക്ഷെ നിങ്ങൾ ആദ്യത്തെ ഫോമിൽ എഴുതുകയാണെങ്കിൽ 420 ഈസ് റിലേറ്റഡ് ടു 60 എന്ന് പറയാം. രണ്ടാമത്തെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 420 ഈസ് റിലേറ്റഡ് ടു 30, അല്ലെങ്കിൽ 30 and 420 ആർ റിലേറ്റഡ് ആംഗിൾ എന്ന് പറയാം. ഫസ്റ്റിലാണെങ്കിൽ 60 and 420 ആർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇവിടെ തീറ്റ എന്താണെന്ന് ചെക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ആംഗിൾ എന്താണോ ആ ആംഗിളിനെ ഫസ്റ്റിൽ ഈ ഫോമിലേക്ക് മാറ്റി എഴുതുക. അതായത് എലൈഡ് ആംഗിളിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 90n പ്ലസ് തീറ്റ അല്ലെങ്കിൽ 90n മൈനസ് തീറ്റ എഴുതിയിരിക്കുന്നതിൽ n എന്ന് പറയുന്ന നമ്പർ ഇപ്പം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതായത് ഞാൻ ആദ്യത്തെ ഫോമുല എഴുതിയെങ്കിൽ n 4 ആയിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് അതായത് 90n മൈനസ് തീറ്റ ചെയ്തപ്പോൾ ഞാൻ ആ എക്സാമ്പിളാണ് പറയുന്നത്, 420 എന്നുള്ള എക്സാമ്പിളാണ് പറയുന്നത്. അതെടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് എഴുതിയപ്പം n 4 ആയിരുന്നു, സെക്കൻഡ് ടൈപ്പ് എടുത്തപ്പോൾ n 5 ആയിരുന്നു. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് n ആയിട്ട് കിട്ടിയത് ആ n ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈവൻ ആണെങ്കിൽ നിങ്ങൾ ഈ സൈൻ 90n പ്ലസ് തീറ്റ, ഇപ്പം ഞാൻ സൈൻ 90n പ്ലസ് തീറ്റയ്ക്ക് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് എഴുതുന്ന അതിൻ്റെ വാല്യൂ ഇവിടെ എന്താണോ ട്രിഗ്നോമെട്രിക് റേഷ്യോ ഉണ്ടായിരുന്നത്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് അത് തന്നെ ഇവിടെ എഴുതുക. n ഈവൻ ആവുന്ന കേസാണ് ഇത്. n ഈവൻ ആകുന്ന കേസാണെങ്കിൽ ഇതേ കാര്യം ഇവിടെ എഴുതുക. എന്നിട്ട് നമ്മൾ ഇവിടെ എടുത്ത ഈ അക്യൂട്ട് ആംഗിൾ അതിവിടെ എഴുതുക, സൈൻ തീറ്റ. ഇനി സപ്പോസ് n ഓഡാണെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ എടുത്തെങ്കിൽ n ഓഡായിരിക്കും. അപ്പം n ഓഡാവുന്ന കേസിൽ സൈൻ 90n പ്ലസ് തീറ്റ പ്ലസ് ഓർ മൈനസ് ഏതാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. ദിസ് ഇസ് ഈക്വൽ ടു എഴുതുമ്പോൾ ഇവിടെ എഴുതിയ സൈനിൻ്റെ കോ ഫംഗ്ഷൻ വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ നമ്മൾ കോ ഫംഗ്ഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. കോ ഫംഗ്ഷൻ കിട്ടാനുള്ള ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ CO ഉണ്ടെങ്കിൽ ആ CO റിമൂവ് ചെയ്താൽ കിട്ടുന്ന പേരായിരിക്കും അതിൻ്റെ കോ ഫംഗ്ഷൻ. ഓൾറെഡി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ CO ഉണ്ടെങ്കിൽ ആ CO കട്ട് ചെയ്താൽ കിട്ടുന്ന ഫംഗ്ഷൻ ആയിരിക്കും അതിൻ്റെ കോ ഫംഗ്ഷൻ. അതായത് CO ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ CO മുൻപിൽ ചേർക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കോ ഫംഗ്ഷൻ കിട്ടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കോട്ടിൻ്റെ കോ ഫംഗ്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ CO ഉണ്ട്. അപ്പോൾ CO കട്ട് ചെയ്താൽ അപ്പോൾ ഇവിടെ TA ഉള്ളൂ. പക്ഷേ കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ നെയിം കോ ടാൻജൻ്റ് എന്നാണ്. അപ്പം ഇതങ്ങോട്ട് കട്ട് ചെയ്താൽ ടാൻജൻ്റ്. അപ്പം നിങ്ങൾക്ക് കിട്ടും ടാൻ ആണ് കോട്ടിൻ്റെ കോ ഫംഗ്ഷൻ. തിരിച്ച് ടാനിൻ്റെ പറയാൻ എളുപ്പമാണ്. ടാനിൻ്റെ കോ ഫംഗ്ഷൻ ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ CO ഇട്ട് കൊടുത്താൽ COT, ഇവിടെ CO ഇട്ട് കൊടുത്താൽ അതിൻ്റെ കോട്ട് അങ്ങനെ കിട്ടും. അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ടായിരിക്കും കോ ഫംഗ്ഷൻ ഉണ്ടാകുക. അതായത് നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന പോലെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ട് ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ഫ്രണ്ട് ആയിരിക്കും, അതുപോലെയാണ്. സോ നമുക്ക് 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്നാണ് ഉള്ളത്. അപ്പം അതിനെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഫംഗ്ഷനും കോ ഫംഗ്ഷനും.
ഫംഗ്ഷൻ സൈൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ CO ഇട്ട് കൊടുത്താൽ കൊസൈൻ കിട്ടും, അതായത് കോസ്. അപ്പോൾ സൈനിന്റെ കോഫംഗ്ഷൻ കോസ്, കോസിന്റെ കോഫംഗ്ഷൻ സൈന്. കോസിന്റെ ഫുൾ നെയിം കൊസൈൻ എന്നാണ്. അപ്പോൾ അതിൽ CO ഉണ്ട്, CO കട്ട് ചെയ്താൽ സൈൻ കിട്ടും. ടാനിന്റെ കോഫംഗ്ഷൻ കോട്ട്, തിരിച്ച് കോട്ടിൻ്റെത് തിരിച്ചിങ്ങോട്ട്. സീക്കിന്റെ കോഫംഗ്ഷൻ CO ഇവിടെ മുന്നിൽ ചേർത്ത് കഴിഞ്ഞാൽ കൊസീക്ക് എന്നാകും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ CO കട്ട് ചെയ്താൽ സീക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷനും കോഫംഗ്ഷനും ഉള്ളത്. അപ്പോൾ ആ ഫംഗ്ഷൻ ഏത് കോഫംഗ്ഷൻ ഏതെന്ന് അറിയണം. അപ്പം ഒരു ഫംഗ്ഷന്റെ കോഫംഗ്ഷൻ ഏത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സോ ഇവിടെ n ഓഡ് ആവുന്ന കേസിൽ ഇവിടെ ഉണ്ടായിരുന്ന ഫംഗ്ഷന്റെ കോഫംഗ്ഷനാണ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സൈൻ ആണ് ഫംഗ്ഷൻ. ഇവിടെ n ഓഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓഡ് ആവുന്നതുകൊണ്ട് സൈനിന്റെ കോഫംഗ്ഷൻ എടുക്കണം. സൈനിന്റെ കോഫംഗ്ഷൻ കോസ് ആണ്. അപ്പോൾ നമ്മൾ കോസ് എഴുതും. എന്നിട്ട് ഇവിടെ കിട്ടുന്ന ഈ 90n കൂടെ കിട്ടുന്ന ഈ അക്യൂട്ട് ആംഗിൾ അത് നമ്മളിവിടെ എഴുതുന്നു, കോസ് തീറ്റ. ആലോചിക്കേണ്ട കാര്യം ഈ തീറ്റയും 90n പ്ലസ് തീറ്റയും എലൈഡ് ആംഗിൾസ് ആണ്. സോ നമ്മൾ എലൈഡ് ആംഗിളിന്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റെസ്പോണ്ടിങ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റിലേറ്റഡ് ആംഗിൾ, അതായത് തീറ്റ, ആ തീറ്റയുടെ കോസ് ഉപയോഗിച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇത്രയും കിട്ടി. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിലൊരു കാര്യം കൂടി വേണം. ഇതിൽ ചിലപ്പോൾ ഇത് പ്ലസ് സൈൻ തീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് സൈൻ തീറ്റ ആയിരിക്കും. അതുപോലെ ഇവിടെ പ്ലസ് കോസ് തീറ്റ ആവാം, മൈനസ് കോസ് തീറ്റ ആവാം. അപ്പം അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നും കൂടി നമ്മൾ അറിയണം. അതിന് നമുക്ക് ഈ എലൈഡ് ആംഗിൾ 90n പ്ലസ് തീറ്റ അല്ലെങ്കിൽ 90n മൈനസ് തീറ്റ അത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെന്നും കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നാലേ നമുക്ക് ഇതിന്റെ സൈൻ കിട്ടുള്ളൂ. ക്വാഡ്രന്റിൽ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ക്വാഡ്രന്റിലും ഓരോന്നിന്റെ സൈൻ അറിയാം. നമുക്കൊരു ഫോർമുല ഉണ്ടായിരുന്നു, ഒരു കോഡ് ഉണ്ടായിരുന്നു, ഓൾ സിൽവർ ടീ കപ്സ് അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് എന്തൊരു കോഡ് ഉണ്ട്. എന്തായാലും ASTC എന്ന് ആലോചിച്ചാൽ മതി. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് നമ്മുടെ തേർഡ്, ഇത് നമ്മുടെ ഫോർത്ത്. അപ്പം ഇത് ഓരോന്നും എവിടെ വരുന്നു നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ 420 നമ്മൾ എഴുതിയത് 90 × 4 + 16 ആയിരുന്നു. അപ്പം ഈ ഒരു പാർട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് എവിടെ കിടക്കുന്നത് നോക്കണം. അപ്പം നോക്കേണ്ടത് 90നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇത് മുതൽ ഇതുവരെ എത്തുമ്പം 90 ആണ്. അവിടെ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇവിടത്തേക്ക് എത്തുമ്പം 180 ആയി, അതായത് 90 2 ടൈംസ് ആയി. പിന്നെ ഇവിടെ എത്തുമ്പോൾ 93 ടൈംസ് ആയി, ഇവിടെ എത്തുമ്പോൾ 94 ടൈംസ് ആയി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 90യോട് മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ നോക്കുക. ഇപ്പോൾ 4 ആണെങ്കിൽ നിങ്ങൾ ഇവിടെ 1 സ്റ്റാർട്ട് ചെയ്യുക. ഈ പോസിറ്റീവ് y ആക്സിസിൽ 1 സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ പോവുക. 1 2 3 4 ഇവിടെ എത്തി. 4 ഇവിടെ എത്തിയിട്ട് പിന്നെ പ്ലസ് ആ ചെയ്യുന്നത്, അതായത് ഇതിനോട് കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇനിയും മുന്നോട്ട് പോകണം. ആൻറ്റി ക്ലോക്ക് വൈസിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെത്തി. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മളെ ഈ ആംഗിൾ, അതായത് അത് കഴിഞ്ഞിട്ട് വരുന്ന +60 ആണ്. +60 എന്ന് പറയുമ്പോൾ 90നേക്കാളും ചെറുതാണ്. സോ ഈ ക്വാഡ്രന്റിൽ കിടക്കും. സോ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ഈ 420 കിടക്കുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതുപോലെ നിങ്ങൾ തന്നിരിക്കുന്ന ആംഗിളിനെ ഈ രീതിയിൽ എഴുതിയിട്ട് ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ക്വാഡ്രന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വാഡ്രന്റിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ അല്ല കേട്ടോ, ഈ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ ഫംഗ്ഷൻ അവിടെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഫസ്റ്റ് ക്വാഡ്രന്റിൽ മൊത്തം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് നേടാം. ഇപ്പം നിങ്ങളെ ആൻസർ കംപ്ലീറ്റ് ആയി. സോ ഇത്രയുമാണ് n ഓഡ് ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഇനി n ഈവൻ ആവുന്ന കേസിൽ ഇതിലും ഇതുപോലെ തന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 90n പ്ലസ് തീറ്റ വരുന്ന ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്
cos 420 ആണെന്ന് വിചാരിക്കാം. cos 420 കണ്ടുപിടിക്കണം. cos 420 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഈ രീതിയിൽ എഴുതുന്നതിന് പകരം 90 into 4 plus 60 അങ്ങനെ എഴുതാട്ടോ. ഞാൻ ഇതിന് പകരം രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കുന്നു. അതായത് cos 90 into 5 minus 30. ഇതാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ഈ n ഇവിടെ 5 ആണ്. 5 ആകുന്ന സമയത്ത് 5 ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആവുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഇതിന്റെ കോ ഫംഗ്ഷൻ വേണം എഴുതാൻ. കോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോസിന്റെ കോ ഫംഗ്ഷൻ സൈൻ ആണ്. സോ സൈൻ എഴുതുക, എന്നിട്ട് ഇവിടെയുള്ള ഈ നമ്പർ എഴുതുക. ഈ നമ്പർ മീൻസ് 30. ഇനി ഇത് ഏത് ക്വാർട്ടറിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ ഇത് 5 ആണ് നമ്പർ. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു 1 2 3 4 5 ഇവിടെ എത്തി. എന്നിട്ട് മൈനസ് ആ വരുന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ലെസ് ദാൻ ആണ്. അപ്പം പുറകോട്ട് പോകണം. പുറകോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇതും പോസിറ്റീവ്. അതായത് ഇവിടുത്തെ ഈ കോസ് ആണ് നോക്കുന്നത്. കോസ് ഇവിടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ പ്ലസ് ഇടുന്നു. എന്നിട്ട് സൈൻ 30യുടെ വാല്യൂ ആയിട്ടുള്ള 1/2 ഇവിടെ എഴുതുന്നു. അപ്പോൾ cos 420 1/2 ആണെന്ന് കിട്ടുന്നു. ഇനി ഇതുപോലെ തന്നെ ഞാൻ സപ്പോസ് 480 കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. cos 480 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 90 into 5 plus 30 എന്ന് എഴുതാം. സോ ഇവിടെ 5 ആണ്, ഓഡ് ആണ്. അപ്പം ഇതിന്റെ കോ ഫംഗ്ഷൻ വേണം. സോ നമ്മൾ സൈൻ എഴുതി 30 ഇട്ടു. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. അതിന് 90 into 5 plus 30 ചെയ്യണം. 5 എന്ന് പറയുമ്പോൾ 1 2 3 4 5 പ്ലസ് 30 എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ക്വാർട്ടറിലേക്ക് കടന്നു. സെക്കൻഡ് ക്വാർട്ടറിൽ ഇതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, കോസ്. സെക്കൻഡ് ക്വാർട്ടറിൽ ഓൾ സ്റ്റുഡൻസ് ആണ്. എസ് എന്ന് പറയുന്നത് സൈനും അതിന്റെ റെസിപ്രോക്കലായ കൊസീക്കും സെക്കൻഡ് ക്വാർട്ടറിൽ പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് കോസ് അവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിന്റെ നേർക്ക് ഇടുന്ന സൈന് നെഗറ്റീവ് ആയിരിക്കണം. സോ ആൻസർ -1/2 വരും. ഓക്കെ, ഇനി ഞാൻ ഇതിന് പകരം കോസ് 570 കൺസിഡർ ചെയ്യുന്നു. കോസ് 570 എന്ന് പറയുന്ന സമയത്ത് 90 into 6 plus 30 എന്ന് എഴുതാം. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 90 into 6 ഈവൻ ആണ്. ഈവൻ ആവുമ്പോൾ നമുക്ക് ഈ കേസ് ഉപയോഗിക്കാം. ഈവൻ ആവുന്ന സമയത്ത് സെയിം ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതേണ്ടത്. അതായത് ഇവിടെ എന്താണോ അത് തന്നെ നമ്മൾ ഇവിടെ എഴുതും. അപ്പൊ ഇവിടെ കോസ് ആണ്. അപ്പൊ ഇവിടെയും നമ്മൾ ആൻസറിൽ നമ്മൾ കോസ് എഴുതും. എന്നിട്ട് നമ്മൾ ഈ അക്യൂട്ട് ആംഗിൾ ഇവിടെ എഴുതും, കോസ് 30. ഇനി നമുക്ക് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്പ്രഷൻ 90 into 6 plus 30 ഏത് ക്വാഡ്രന്റിലാണ് വരിക എന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഇവിടെ n 6 ആണ്. സോ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും 1 2 3 4 5 6 ഇവിടെ എത്തി. എന്നിട്ട് പ്ലസ് 30 ചെയ്യേണ്ടത്. പ്ലസ് 30 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്വാഡ്രന്റിലേക്കാണ്. ദാറ്റ് മീൻസ് തേർഡ് ക്വാഡ്രന്റിൽ ടി ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ടാനും അതിന്റെ റെസിപ്രോക്കൽ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഫംഗ്ഷൻ ഇതാണ്, കോസ് ആണ്. ആ കോസ് ഇവിടെ നെഗറ്റീവ് ആണ്. സോ നമ്മൾ ഇവിടെ ആൻസറിൽ ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു. മൈനസ് കോസ് 30ന്റെ വാല്യൂ √3/2. സോ ഈ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ n ഈവൻ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ എഴുതുന്നു. 90 n പ്ലസ് ഓർ മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അവിടെ ഈ ഒറിജിനൽ ഈ ഫംഗ്ഷൻ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുന്നു. പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇടുന്നു, മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇടുന്നു. സോ ഇതാണ് ഇതിന്റെ
റൂള്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോന്നിൻ്റെയും വാല്യൂ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് സൈൻ മൈനസ് തീറ്റ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന് 90ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ഓർ മൈനസ് 90ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ഓർ മൈനസ് തീറ്റ ഈ ഫോമിലേക്ക് നമ്മൾ അതിനെ മാറ്റി എഴുതണം. ഓക്കെ, സോ ഫസ്റ്റത്തെ ഈ മൈനസ് തീറ്റയെ നമുക്ക് 90ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ഓർ മൈനസ് തീറ്റ എന്ന് പറയുമ്പം 90 × 0 മൈനസ് തീറ്റ. ഇതാണ് ഇത് 90 × 0 0 മൈനസ് തീറ്റ മൈനസ് തീറ്റ. അപ്പോൾ സൈൻ മൈനസ് തീറ്റയെ നമുക്ക് ഈ രീതിയിലേക്ക് എഴുതാം. സൈൻ 90 × 0 മൈനസ് തീറ്റ. 0 എന്ന് പറയുന്നത് ഈവൻ ആയിട്ടാണ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത്. സോ സെയിം ഫംഗ്ഷൻ ആയിരിക്കും. സോ നമ്മൾ സൈൻ എഴുതുന്നു. ഇവിടുത്തെ അക്യൂട്ട് ആംഗിൾ തീറ്റയാണ്. സൈൻ തീറ്റ എഴുതുന്നു. ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യുന്നു. ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 90 × 0 മൈനസ് തീറ്റ. അപ്പം 90 × 0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 1. അപ്പം ഇത് 0 ആണ്. അതിൽ നിന്ന് തീറ്റ മൈനസ് ചെയ്യണം. തീറ്റ മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറവ് ക്ലോക്ക് വൈസിലേക്ക് പോകണം. അപ്പം നിങ്ങൾക്ക് കിട്ടുക ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. അപ്പം ഇവിടെ ഈ സൈനിൻ്റെത് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് മൈനസ് സൈൻ തീറ്റ കിട്ടും. അടുത്തത് കോസ് മൈനസ് തീറ്റ. അപ്പം അതിനെയും ഇനി ഈ മൂന്നെണ്ണത്തിനെയും നമുക്ക് ഈ ഫോമിൽ എഴുതാം. അപ്പം നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ ഒരുപോലെ വരും. മീൻസ് എല്ലാം വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ വരുമ്പം ഇത് 0 ഈവൻ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ എഴുതണം. സോ കോസ് തീറ്റ എന്ന് എഴുതണം. കോസ് ഫോർത്ത് ക്വാഡ്രന്റിൽ പ്ലസ് ആണ്. സോ അതുകൊണ്ട് പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടും. ടാൻ മൈനസ് തീറ്റ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 0 ഈവൻ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ സെയിം ഫംഗ്ഷൻ വരും. ക്വാഡ്രന്റ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ടാന് നെഗറ്റീവ് ആണ്. സോ മൈനസ് ടാൻ തീറ്റ. സോ ഇത് മൂന്നും പഠിച്ചു. ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റെസിപ്രോക്കൽസും പറയാം. റെസിപ്രോക്കൽസും ഇതുപോലെ റെസിപ്രോക്കൽസ് പറയുകയാണെങ്കിൽ കൊസീക്ക് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് തീറ്റ ആയിരിക്കും. സീക്ക് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് സീക്ക് തീറ്റ ആയിരിക്കും. ഇതുപോലെ കോട്ട് മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് മൈനസ് ആയതുകൊണ്ട് മൈനസ് കോട്ട് തീറ്റ ആയിരിക്കും. ഇതും കൂടി ഇതിൻ്റെ കൂടെ ഓർമ്മയിലുണ്ടാവും. ഇനി സെക്കൻഡ് വൺ സൈൻ 90 മൈനസ് തീറ്റ. അപ്പം സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനെ ആ ഫോമിലേക്ക് എഴുതുമ്പോൾ 90 × 1 മൈനസ് തീറ്റ ഇങ്ങനെ വരും. ഇവിടെ n 1 ആണ്. 1 ഓഡാണ്. സോ നമ്മൾ ഇതിൻ്റെ കോ ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ സൈൻ ആവുമ്പം കോസ് ആംഗിൾ ഇവിടെ തീറ്റ. ഇത് 90 × 1 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 1 ആവുമ്പം ഇവിടെ വരും. അവിടുന്ന് മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ വരും. അപ്പോൾ ഇതിലെല്ലാം ഫസ്റ്റ് ക്വാർട്ടറിലാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ കോ ഫംഗ്ഷനാണ് എഴുതേണ്ടത്. ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാം പോസിറ്റീവാണ്. അപ്പം ഇത് പ്ലസ് കോസ് തീറ്റ. ഇത് കോസിൻ്റെത് കോ ഫംഗ്ഷൻ എഴുതണം. അത് സൈൻ തീറ്റ. ഫസ്റ്റ് ക്വാർട്ടറിൽ പോസിറ്റീവ്. ഇത് ടാന് വരുമ്പോൾ അതിൻ്റെ കോ ഫംഗ്ഷൻ എഴുതണം. കോട്ട് തീറ്റ. ഫസ്റ്റ് ക്വാർട്ടറിൽ പ്ലസ്. ഓക്കെ, അടുത്ത സെക്ഷൻ 90 പ്ലസ് തീറ്റൻ്റെയാണ്. അപ്പോൾ അത് 90 × 1 പ്ലസ് തീറ്റയാവും. 1 ഓഡാണ്. ഓഡായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ കോ ഫംഗ്ഷൻ എഴുതണം. അതായത് സൈനിൻ്റെ കോ ഫംഗ്ഷൻ കോസ് തീറ്റ, കോസിൻ്റെ കോ ഫംഗ്ഷൻ സൈൻ തീറ്റ, ടാനിൻ്റെ കോ ഫംഗ്ഷൻ കോട്ട് തീറ്റ. ഇനി നെക്സ്റ്റ് ആയിട്ട് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയണം. അപ്പോൾ അതിനു വേണ്ടി 90 × 1 പ്ലസ് തീറ്റ. 90 × 1 ഇവിടെയാണ് വരുന്നത്. പ്ലസ് തീറ്റ പറയുമ്പം അടുത്ത ക്വാർട്ടറിലേക്ക് പോയി. അതായത് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ. സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയൊക്കെ നെഗറ്റീവ് ആയിരിക്കും.
അപ്പോൾ ഇവിടെ സൈൻ ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. ഇവിടെ കോസ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ്. ഇവിടെ ടാൻ ആണ്, അതുകൊണ്ട് നെഗറ്റീവ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ. ഇത് ഇവിടെ 180 മൈനസ് തീറ്റയാണ്. 180 മൈനസ് തീറ്റയെ നമുക്ക് 180 മൈനസ് തീറ്റ 90 ഇൻറ്റു 2 മൈനസ് തീറ്റ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ n 2 ആണ്, ഈവൻ ആണ്. ഈവൻ ആവുമ്പോൾ ഈ 3 കേസിലും സെയിം ഫംഗ്ഷൻ എഴുതണം. എന്നിട്ട് ആംഗിൾ ഈ തീറ്റ എഴുതണം. അപ്പോൾ ഇതെല്ലാം ഇത് സൈൻ തീറ്റ, സെയിം ഫംഗ്ഷൻ ആവുമ്പോൾ കോസ് തീറ്റ, ഇത് സെയിം ഫംഗ്ഷൻ ആവുമ്പോൾ ടാൻ തീറ്റ. ഈ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് 90 ഇൻറ്റു 2 മൈനസ് തീറ്റ. അപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്യാം. 1 ആവുമ്പം ഇവിടെ, 2 ആവുമ്പം ഇവിടെ. 90 ഇൻറ്റു 2 മൈനസ് തീറ്റ. മൈനസ് തീറ്റ ആവുമ്പം ഇതിനേക്കാളും കുറവ്. അപ്പം വീണ്ടും അത് സെക്കൻഡ് ക്വാർട്ടറിലേക്ക് ചാടി. സെക്കൻഡ് ക്വാർട്ടറിൽ 180 മൈനസ് തീറ്റ. സെക്കൻഡ് ക്വാർട്ടറിൽ എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഇത് സൈൻ ആണ് പോസിറ്റീവ്, കോസ് ആണ് നെഗറ്റീവ്, ടാൻ ആണ് നെഗറ്റീവ്. ഓക്കെ. അടുത്തത് 180 പ്ലസ് തീറ്റയാണ്. അപ്പോൾ ഇത് 90 ഇൻറ്റു 2 പ്ലസ് തീറ്റ. 2 ഈവൻ ആണ്, അതുകൊണ്ട് സെയിം ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ സൈൻ തന്നെ എഴുതും, ഇവിടെ കോസ് തന്നെ എഴുതും, ഇവിടെ ടാൻ തന്നെ എഴുതും. ഇനി 90 ഇൻറ്റു 2 പ്ലസ് തീറ്റ. ഇവിടെ 1, ഇവിടെ 2. പ്ലസ് തീറ്റ ആകുമ്പോൾ ഇങ്ങോട്ട് ചാടി തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ടി ആണ്. സോ ടാനും അതിൻ്റെ റെസിപ്രോക്കൽ കോട്ടും പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. അപ്പം സൈന് നെഗറ്റീവ്, കോസ് നെഗറ്റീവ്, ടാന് പോസിറ്റീവ്. അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് 270 മൈനസ് തീറ്റ. 270 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു 3 മൈനസ് തീറ്റ. സോ ഇവിടെ 3 ഓഡാണ്. ഓഡാവുമ്പം കോ ഫംഗ്ഷൻ വേണം എഴുതാൻ. ആംഗിൾ ഇവിടെ തീറ്റയാണ്. സോ സൈനിൻ്റെ കോ ഫംഗ്ഷൻ കോസ് തീറ്റ, കോസ് സൈൻ തീറ്റ, ടാന് കോട്ട് തീറ്റ. ഇനി ക്വാഡ്രന്റ് 90 ഇൻറ്റു 3. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. മൈനസ് ആണ്, മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറവ്. മീൻസ് തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ടി ആണ്, ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. അപ്പോൾ സൈന് ഇവിടെ നെഗറ്റീവ്, കോസ് ഇവിടെ നെഗറ്റീവ്, ടാന് ഇവിടെ പോസിറ്റീവ്. അത് ഓക്കെ ആയി. അടുത്തത് 360 പ്ലസ് തീറ്റ. 360 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു 4 പ്ലസ് തീറ്റ. 4 ഈവൻ ആണ്, അതുകൊണ്ട് ഇവിടെ സെയിം ഫംഗ്ഷൻ സൈൻ തീറ്റ. അടുത്തത് വരുമ്പോൾ സെയിം ഫംഗ്ഷൻ കോസ് തീറ്റ. അടുത്തത് വരുമ്പോൾ ടാൻ തീറ്റ. ഇനി 90 ഇൻറ്റു 4 പ്ലസ് തീറ്റ. 1, 2, 3, 4 ഇവിടെ വരും. പ്ലസ് തീറ്റ പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്. പിന്നെ ഒന്നും നോക്കണ്ട, ഇത് തന്നെ എഴുതിയാൽ മതി. ഇനി അടുത്തത് 360 മൈനസ് തീറ്റ. 360 മൈനസ് തീറ്റ വരുമ്പോൾ ആസ് യൂഷ്വൽ ഇത് n4 ആണ്, ഈവൻ ആണ്. സോ സെയിം ഫംഗ്ഷൻ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് 90 ഇൻറ്റു 4 1, 2, 3, 4 മൈനസ് തീറ്റ. മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫോർത്തിലേക്ക് ചാടി. ഫോർത്തിൽ സി ആണ്. കോസും സിക്കും പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. അപ്പം സൈന് നെഗറ്റീവ്, കോസ് പോസിറ്റീവ്, ടാന് നെഗറ്റീവ്. സോ ഇത്രയും കിട്ടി. ഇനി ഇവിടെ നമ്മൾ വിട്ടുപോയൊരു കാര്യം 270 പ്ലസിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ സൈൻ 270 പ്ലസ് തീറ്റ ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. 270 ആകുമ്പോൾ 90 ഇൻറ്റു 3 പ്ലസ് തീറ്റ.
3 ഓഡ് ആണ്. 3 ഓഡ് ആകുമ്പോൾ കോ ഫംഗ്ഷൻ സൈനിന്റെ കോസ്, കോസിന്റെ സൈന്, ടാനിന്റെ കോട്ട്. ഇനി 90 into 3 1 2 3 പ്ലസ് തീറ്റ. പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. ഫോർത്ത് ക്വാഡ്രന്റിൽ സി, കോസും സിക്കും പോസിറ്റീവ്, ബാക്കിയുമെല്ലാം നെഗറ്റീവ്. അപ്പൊ ഇവിടെ സൈൻ നെഗറ്റീവ്, കോസ് പോസിറ്റീവ്, ടാന് നെഗറ്റീവ്. സോ ഇത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കേണ്ട റിസൾട്ട്. അപ്പൊ ഇത് ഇത് ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എഴുതാൻ പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. മറ്റേത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ റൂൾ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് പ്രൂവ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ചോദിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഇത് സെയിം കാര്യം നിങ്ങൾക്ക് റേഡിയൻ മെഷറിലാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം സൈൻ, ഇപ്പം ഈ 90 മൈനസ് തീറ്റ, ഇതിന് പകരം റേഡിയനിലാണെങ്കിൽ നിങ്ങൾക്ക് തരിക സൈൻ π/2 മൈനസ് തീറ്റ എന്നായിരിക്കും. അപ്പൊ അത് ആ രീതിയിൽ 90 ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന സാധനം n into π/2 ഫോമിലാണ് എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ മാറ്റി എഴുതിയാൽ ഇതിന്റെ കറസ്പോണ്ടിങ് റേഡിയൻ വേർഷനും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതായത് ഇപ്പം അത്രയാണ് നിങ്ങൾക്ക്. ഇനി നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.